അഭിവേ അപ്പൊ കല്യാണം നമുക്ക് കളറാക്കി കൊടുക്കണം. പൊളിച്ചെടുക്കണം. ഷഫീഖ ഇജ്ജ് പറഞ്ഞ മാതിരി വണ്ടിന്റെ 2 സീറ്റും അയച്ചാണ്ട് വുഡ് മേൽക്കണ്ട് മടക്കി വെച്ചു. ഓക്കെ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു 9 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ മലേഷ്യ മുക്ക് വരിക. നിങ്ങൾ വണ്ടി നിർത്തി തന്ന് പോയാൽ മതി, ഞങ്ങൾ പിന്നെ ടൈം ആകുമ്പോൾ വിളിച്ചോണ്ട്. ഓക്കെ ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ നമ്മളെ പരിപാടി മറക്കണ്ട, സജീവമായിട്ട് അവിടെ ഉണ്ടാവണം. പിന്നെ ഇജിപ്പോ എവിടുന്ന വരുന്നത്? അത് ഞാൻ ഉണ്ടായിക്കൊണ്ട് ഞാനേ നമ്മളെ ഹബീബും ഷഫി. എന്താടാ എന്താ ഇവിടെ? അതെ ഞാനേ ഞാൻ എന്താ പറഞ്ഞേ മറന്ന്. ഓന്റെ അബുവോ എത്തപ്പത് എനിക്ക് ഇത്ര പെട്ടെന്ന് അത്തും പുത്തുമായ. ഏതായാലും വേണ്ടിയില്ല, ജി നാളെ നേരത്തെ തന്നെ വാ. അമീറിന്റെ ചെങ്ങായിമാരാണുള്ളത്. ഇതിപ്പോ എന്താ ഇവിടെ അപ്പൊ പറഞ്ഞത് ഇവരെ 2 ആളെ പേരുമാണ്. ആ പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം സെറ്റല്ല? ഓക്കെ. വേറെ ഇപ്പൊ എന്താ? നിങ്ങളെന്താ ഇവിടെ ഇരുന്ന്? ഒന്നുമില്ല, ഞങ്ങള് ഇരുന്നോളി. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണോ അവിടെ? അമീർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കല്യാണത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ സജീവമായിട്ട് ഉണ്ടാകണം. പക്ഷെ ആ സുഹൈലിന്റെ കല്യാണത്തിന്റെ മാതിരി ആകെ അലമ്പാക്കണ പരിപാടി എന്തേലും ആരേലും കാണിച്ചാ മായിനാണ് പറയുന്നത്, കയ്യും കാലും ഞാൻ തച്ചു മുറിച്ചു. ഓനിപ്പോ ഇവിടെ കല്യാണത്തിന് കൂടിയാലും ഓൻ വെറുതെ ഇരിക്കലില്ല. അതൊന്നും എനിക്കറിയണ്ട, ഞാൻ എന്റെ പെരയിലെ കാര്യമാണ് പറയുന്നത്. അപ്പാ അങ്ങനെ പറഞ്ഞാലെങ്ങനെ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 6 കൊല്ലായി. അന്ന് ഓന് ചെയ്തു കൂട്ടിയൊക്കെ എന്താ നിങ്ങൾക്ക് അറിയോ? ഓ പടക്കം പൊട്ടിച്ചാണ്ട് കയറിയല്ലേ ഞാൻ ടേബിളിലെ ചോട്ടുക്കും കസാലിന്റെ ചോട്ടുക്കും ഒക്കെ. എന്റെ കല്യാണത്തിനും അതേമാതിരി ഇനി. മാത്രമല്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകാണ്ട് ആദ്യമേ കാടും പൊന്തയും പുല്ലും എല്ലാം കൂടി കെട്ടി വലിച്ചിട്ടായിരുന്നു ഓനിന്റെ കൂടെ വന്നത്. അതിലൊന്നും കുഴപ്പമില്ല. അവനവിടെ നിന്ന് വന്നുകാണ്ട് പന്തലിക്ക് ഈ ഗുണ്ട് മാതിരിയുള്ള സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ കയറിയിരുന്നു. അവിടെ എത്ര വയസ്സായ ആൾക്കാരും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. എന്തുമാത്രം ഉപദ്രവം അന്ന് എനിക്കുണ്ടായിന്ന് അറിയോ? അതൊക്കെ ഇപ്പൊ കുറെ കാലം കഴിഞ്ഞില്ലേ, അതൊക്കെ ഞാൻ മറന്നാളി. അത് മറക്കണ്ടെന്നൊക്കെ നമുക്ക് നാളെ നോക്കാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ നാളവിടെ ചെയ്യും. പിന്നെ ഓൻ ചെയ്ത മാതിരി പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഉപദ്രവം ഉണ്ടാവുന്ന രീതിയിലൊന്നും നമുക്ക് ഏതായാലും ചെയ്യണ്ട. അതിൻ്റെ താഴെ കണ്ട് നമുക്ക് നോക്കാം.